ഇത് തൂക്കുകല്ല് എന്നാണ്. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് മധുരയിലാണ്. അപ്പോൾ ഇന്ന് മധുരയിൽ നിന്ന് വില്ലുപുറം വഴി തിരുവൈക്കര എന്നുള്ള സ്ഥലത്താണ് പോകുന്നത്. നമ്മുടെ ലാലേട്ടൻ പറയും പോലെ യമുനയുടെ തീരത്ത് നിലാവിൽ നക്ഷത്രം എണ്ണി കിടന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു. ഗോളിയറിലേക്ക് വെച്ച് പഠിക്കാൻ, എന്തിന്? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാൻ. അതുപോലെയാണ് നമുക്ക്. ഒരു മണിയിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് തോന്നും എവിടെയെങ്കിലും ഒന്ന് പോകാം. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്ന ഒരു യാത്രയാണ് ഇത്. അപ്പോൾ ഇത് തിരുവക്കര, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതായത് പ്രകൃതി ഒരുക്കിയ വലിയൊരു വിസ്മയം ഉള്ള ഒരു സ്ഥലമാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും ഇവിടെ യാത്ര ചെയ്ത് വരാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അതായത് വില്ലുപുരം, നേരിട്ട് മധുരയിൽ നിന്ന് വില്ലുപുരത്തുനിന്ന് തിരുക്കന്നൂർ, അവിടെ നിന്ന് തിരുവിക്കര. തിരുവിക്കരയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ നിങ്ങൾക്ക് 20 ദശലക്ഷം വർഷങ്ങൾ മുന്നേ ഉണ്ടായ ഒരു കുഴി, അതായത് പാറ ഇടുക്കാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇതെല്ലാം മണലാണ്. അതായത് വേണ്ട, മൊത്തം മണലാണ്. അപ്പോൾ ഈ കുഴി ഇങ്ങനെ ഏകദേശം ആ ഭാഗത്തുനിന്ന്, അതായത് അവിടെ നിന്ന് പ്രളയം വന്ന് അടിച്ച് ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ഇതുവഴി അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രളയം വന്ന സ്ഥലത്തുള്ള മരങ്ങളെല്ലാം കടപുഴകി ഇവിടെ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്തതാണ്. അതായത് നാച്ചുറലി ഡിപ്പോസിറ്റഡ് ആണത്. വന്ന് അത് കാലക്രമേണ സംഭവം ഫോസിൽ മരങ്ങളായി മാറിയതാണ്. അപ്പോൾ അതായത് മരത്തിൻ്റെ ഘടന മാറി അത് ഫോസിലിൻ്റെ ഘടനയിൽ, അതായത് കല്ലിൻ്റെ ഘടനയിലോട്ട് മാറി. ഒരു മരം വന്ന് അടിഞ്ഞുകൂടി അത് കറക്റ്റ് പാറയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു മരം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ആ മരമല്ല, ഇപ്പം മരം അത് ഫോസിലായി മാറിയതാണ് ഇപ്പം കാണുന്നത്. ഇത് മൊത്തവും മരം പോലെ തോന്നുകയാണെങ്കിലും അത് പാറയായിട്ട് മാറിയിട്ടുണ്ട്. ഇരുപത് ദശലക്ഷം വർഷങ്ങൾ മുന്നേ ആണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്ര. ഈ വർഷങ്ങൾ മുന്നേ ഇവിടെ ഒരു ആറോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മഴവെള്ളം വന്നാൽ കെട്ടുന്ന ഒരു കുഴി മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ എത്തിപ്പെടാൻ കാരണം ഇവിടെയുള്ള ആൾക്കാരും ഇവിടെയുള്ള ആൾക്കാർക്കും വലിയ താല്പര്യമില്ല. ഇത് കാണിച്ചു തരണമെന്നൊന്നും ഇവിടെ നിന്ന് ഒരു താല്പര്യമില്ലാത്ത സംഭവമാണ്. എനിക്ക് തോന്നുന്നു അവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള മണ്ണാണ്. അപ്പോൾ ഈ മണൽ ഡിപ്പോസിറ്റ് ചെയ്ത മണ്ണായതുകൊണ്ട് ഇവിടെ ഈ ഗവൺമെൻറ് തന്നെയാണെന്ന് തോന്നുന്നു ഇതിനെ അരിച്ച് മണലെടുക്കുന്ന പരിപാടിയും ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കാവലിന് വേണ്ടിയിട്ട് ആൾക്കാരും അവിടെ ഉണ്ട്.
20 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഒരു ആറുണ്ടായിരുന്ന സ്ഥലം. ആ സമയത്ത് വെള്ളപ്പൊക്കം വന്ന് സകലമാന തടികളും കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് അത് വർഷം കഴിയുന്തോറും ആ തടി പാറയായിട്ട് പരിണമിച്ച് അങ്ങനെ ഉണ്ടായ ഒരു സ്ഥലമാണ് ഈ തിരുനക്കര എന്നുള്ള ഈ ഒരു സ്ഥലം. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുന്നേ ആറുണ്ടായ സ്ഥലമാണ്. അപ്പോൾ ഏറ്റവും വലിയ ഫ്ലഡായിരുന്നു ആ സമയത്തത്. അതായത് 20 ദശലക്ഷം വർഷം മുന്നെയാണ്. അപ്പോൾ ആ സമയത്ത് വന്ന എല്ലാ ചെടികളും മരങ്ങളെല്ലാം കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് കാലാകാലങ്ങളായിട്ട് അത് മണലടിഞ്ഞുകൂടി തടിയുടെ ആ ഒരു ഇത് നഷ്ടപ്പെട്ട് മണലായി അത് ആ പാറയുടെ ഒരു ക്വാളിറ്റിയിലോട്ട് മാറിയ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രകൃതി ഒരുക്കിയ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. അത് ഈ മലയിടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ ആൾക്കാർക്കായി ഗവൺമെൻറ് തുറന്നു കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലവും അത് പ്രശ്നമുള്ള സ്ഥലങ്ങളെല്ലാം ഗവൺമെൻറ് തന്നെ അത് തടസ്സം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ഒരു ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിന് ബസ്സൊന്നുമില്ല, വല്ലപ്പോഴും മാത്രമേ ബസ്സുള്ളൂ. അപ്പോൾ ആ ബസ് പിടിച്ച് അല്ലെങ്കിൽ ഷെയർ ഓട്ടോ പിടിച്ചിട്ട് തിരുനക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഷെയർ ഓട്ടോയിൽ ഇവിടെ കൊണ്ടുവിടും. വിട്ട് കഴിഞ്ഞാലും ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ ദൂരം നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാനിയോൺ നിൽക്കുന്ന ആ പ്രദേശത്ത് വരാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിന് എൻട്രൻസ്. ഇനി അങ്ങോട്ട് മൊത്തം ചെളിയാണ്, അതുകൊണ്ട് കൂടുതൽ ദൂരമൊന്നും ഞാൻ പോകുന്നില്ല. കുറച്ചുകൂടി നടന്ന് അപ്പുറം സൈഡ് വഴി നടന്നു. ഇനി എന്തായാലും ഈ സൈഡ് നടക്കുന്നില്ല. ഏകദേശം 247 ഏക്കറിലാണ് ഈ ഒരു പ്രദേശം വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ 20 ദശലക്ഷം വർഷം പഴക്കമുള്ള ഈ ഫോസിൽ മരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ പാർക്കിലെ ഏകദേശം 9 മലയിടുക്കുകളുണ്ട്. അതിൽ 247 ഏക്കറിലെ ഏകദേശം 1 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളൂ. ഇത് ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിലാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു ഇത് ആയി മാറിയത്. ഇവിടെ ഏകദേശം 200ഓളം ഫോസിൽ മരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഏകദേശം 9 അടി മുതൽ 49 അടി വരെയുള്ള മരങ്ങളുണ്ടെന്നാണ് ഇവിടുത്തെ രേഖകൾ സൂചിപ്പിക്കുന്നത്. 5 മീറ്റർ വരെ വീതിയുള്ള സംഭവങ്ങളുണ്ട്. ഇത് തൂക്കുകല്ല് എന്നാണ് ഇവിടുത്തെ ആൾക്കാർ വിളിക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ തൂക്കുകല്ലെന്നാണ് പറയുന്നത്. പിന്നെ ഇതെല്ലാം മണലാണ്, വെറുതെ പൊടിച്ചാൽ തന്നെ പൊടിഞ്ഞു പോകും. മണൽ കൊണ്ട് ഫോം ചെയ്ത പാറയാണ്. അതുകൊണ്ട് വലിയ ബലമൊന്നും ഉണ്ടായിരിക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഈ സ്ഥലത്ത് വരാൻ വേണ്ടിയിട്ട് വില്ലുപുരം റെയിൽവേ സ്റ്റേഷൻ അവിടെ ഇറങ്ങി തിരുവക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തിരുവക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ഈ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവിടും. ഷെയർ ആട്ടോ നിൽക്കുന്ന സ്ഥലത്ത് അവരെത്തിക്കും. അവിടെ വന്നു കഴിഞ്ഞാൽ തിരുവക്കര വരാം. വന്നിട്ട് ഒരു 2 കിലോമീറ്റർ നടക്കണം. നടന്നു കഴിഞ്ഞാൽ ഈ അടിപൊളി സ്ഥലത്തെത്താം. പിന്നെ മാക്സിമം നേരത്തെ വരാൻ ശ്രമിക്കുക, കാരണം നടന്ന് ഊപ്പാട് വരും. അത്ര തന്നെയാണ്. അപ്പോൾ ഇഷ്ടംപോലെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം. അപ്പോൾ ഇനി പിന്നെ ഒരു കാര്യം കൂടെ, ഇത് പോണ്ടിച്ചേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുതുച്ചേരി പഴയ പോണ്ടിച്ചേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വെറും 151 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ചെന്നൈക്ക്, മദ്രാസിലേക്ക്. അപ്പോൾ
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് വീണ്ടും വരും. അപ്പോൾ അതുവരെയും ടാറ്റ ബൈ ബൈ.